ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ കുറച്ച് ഒരു കാടമുട്ട ഉണ്ടായിരുന്നു, അത് പുഴുങ്ങണം, നേന്ത്രപ്പഴം പുഴുങ്ങണം, പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യുവമോൾക്ക് സ്കൂൾക്ക് കാടമുട്ട മതി എന്ന് പറഞ്ഞു. കാടമുട്ട ഉണ്ട് ഇതിൽ, ഈ പാക്കറ്റ് ഇട്ടിട്ട് അവർക്ക് സ്കൂളിൽ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അതിൽ നിന്ന് പുഴുങ്ങിയിട്ട് കൊടുത്തയക്കാം സ്നാക്സിന് എന്ന് വിചാരിച്ച്. ഇതാണ് സംഭവം. എന്താ മിന്നൂസ് എന്നൊക്കെ തന്നെ പേര്, മിന്നൂസ്. അങ്ങനെ ഞാനിതാ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂടായുണ്ട്. തട്ടനത് കഴുകിയാണ്, കഴുകിയിട്ട് നല്ല കഴുകിയിട്ട് വെള്ളം ഞാൻ നല്ല ചൂടായതിന് ശേഷം ഇടാൻ വിചാരിച്ചിട്ടാ. കാടമുട്ട ആണ് സംഭവം. കുഞ്ഞു കുഞ്ഞി ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ അത്. വെള്ളം കുറച്ചധികം ചൂടായി, അപ്പോൾ ഞാൻ കുറച്ച് ഉയർത്തുന്നത് ഇട്ട് കൊടുത്തേട്ടാ. അപ്പോൾ നല്ല അടിയിലേക്ക് പോയാൽ എൻ്റെ കൈ പൊള്ളും. അപ്പോൾ അതാവട്ടെ, അപ്പോഴേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വന്നത് പുട്ടാണ്. അപ്പോൾ പുട്ടിന് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ട് 2-3 നേന്ത്രപ്പഴം എടുത്തിട്ട് പുഴുങ്ങാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. 3 മതി. ഇതിൽ ചെറുപഴം ഉണ്ട് തോന്നുന്നു താഴെ. ചെറുപഴം നല്ല ആയിണ്ട്, നല്ല പഴുത്തുണ്ട് ചെറുപഴം. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പഴുപ്പ് കൂടും. ചെറുപഴം അടിയിൽ ഇനിയും പെട്ടിട്ടുണ്ട് തോന്നുന്നു. നല്ല പഴുത്ത കാരണം അപ്പം ഞാൻ 2 പഴം എടുക്കണുള്ളൂ പുഴുങ്ങാൻ, കാരണം ചെറുപഴം നല്ല ആയിട്ടുണ്ട്. അപ്പം അതിന് നല്ലത് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ 2-3 പുഴുങ്ങാം. എന്നിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് പുഴുങ്ങാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പുട്ടിനായി ബ്രേക്ക്ഫാസ്റ്റ് ഇതും അങ്ങനെ നല്ല കഴുകിട്ടോ. ഇന്ന് ലുബമോൾക്ക് ഇന്നല്ല എന്ന് 8ക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയും എല്ലാം ആവണം. ചിലപ്പോൾ ഞാൻ ചോറ് തന്നെ രാവിലെ മാറി കൊടുക്കാറുണ്ട് കേട്ടോ, ചില സമയത്ത് നേരം വഴുകുമ്പോൾ ഒക്കെ. അപ്പോൾ ഏതെങ്കിലും സ്കൂൾക്ക് കൊണ്ടുപോകും ചെയ്യാം, വയറിന് അറിയുകയും ചെയ്യും. അങ്ങനെ ഇതെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മുറിച്ചെടുക്കാം. ഇതൊന്ന് ഞാനത് മുറിച്ചിട്ട് ഇതേപോലെ ഒരു കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ. ശർക്കര ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ലേശം ഉപ്പും ഇടും, ശർക്കരയും ഉപ്പിട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കാടമുട്ട നന്നായിട്ട് തിളച്ച് അതായിണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് പഴം പുഴുങ്ങാൻ വെക്കാം. അങ്ങനെ ഞാനത് പുഴുങ്ങാനിട്ടു. ഇത് നെല്ലിന്ന് ഒന്ന് ഉരുക്കി പോയതാണ്, അതാണ് ഇതിങ്ങനെ ചെയ്ത്. എന്താ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ തേങ്ങ കേട്ടോ, തേങ്ങക്ക് ക്ഷാമമാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമല്ല, നമ്മളോട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് പൊളിച്ച് നോക്കിയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല, വെള്ളം വറ്റിക്കണോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കേടില്ലാത്ത തേങ്ങയായിരുന്നു പുട്ടിനെടുത്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ നൊങ്ക്. ഞാൻ നോക്കുമ്പോൾ അതിൽ നൊങ്ക് ഉണ്ടായിരുന്നു. അടി കൂടല്ലേ ഹിബു ഉണ്ടോ. ഇതിനി നമുക്ക് കഴിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൊങ്ക്. ചെറിയ തേങ്ങയാണ് ഞങ്ങൾക്ക്, പിന്നെ അത് മതി. ഞാനും 2 കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഇതാ ഇത് കണ്ടോ, ഞാനിങ്ങനെ ഫോർക്കിലെടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. നല്ല മധുരമുണ്ട്, ചെറുതായുണ്ട് കേട്ടോ. അപ്പോൾ രൂപമോള് മദ്രസയിൽ പോയിട്ടോ. ആൾക്ക് യൂണിഫോമൊക്കെ തേച്ച് കൊടുത്തു. അതിൻ്റെ ഇടയിൽ എന്നിട്ട് മദ്രസയിൽ പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് പുട്ട് ഉണ്ടാക്കാം. ഞാൻ അജ്മി പൊടി ഉണ്ട്, പക്ഷെ അത് എടുത്തില്ല കേട്ടോ. അത് വെറും അരിപ്പൊടിയാണ്, കഴുകി ഉണക്കി പൊടിച്ച പൊടിയാണ്. അജ്മി പൊടി എടുത്താൽ വേസ്റ്റ് ആയാൽ പിന്നെ ആ പാക്കറ്റ് അങ്ങനെ ഇരിക്കുകയുള്ളൂ. അത് കാരണം ഞാൻ പുട്ട് അധികം ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ പുട്ട് ആയി തുടങ്ങിയപ്പോൾ ഹിബമോളാണ് എനിക്ക് ക്യാമറ കേസുകൾക്ക് പിടിച്ചു തരുന്നത് കേട്ടോ.
അപ്പോൾ ഇട്ടോടന്നെ ഒന്ന് ആവി കയറിയ കാരണം ക്യാമറ ഒക്കെ നല്ല മൂടി പുകയായിപ്പോയി, നല്ല മൂടി പിടിച്ചിട്ട്. നമ്മുടെ ആദ്യത്തെ പുട്ടായതുകൊണ്ട് ഒരു കൈ വെച്ച് ചെയ്യുക കാരണമാണ് ബുദ്ധിമുട്ട്. അപ്പോൾ പുട്ടിൻ്റെ ആവിയെല്ലാം ക്യാമറയിലേക്ക് വന്നപ്പോൾ ഇതേപോലെ മൂടി. അങ്ങനെ ഒരു വശത്ത് ഞാൻ ചോറുണ്ടാക്കിയിരുന്നു കേട്ടോ. ചോറ് അപ്പോൾ തിളപ്പിക്കുകയാണ് കൊണ്ടുപോകാൻ. പുട്ട് ഇവിടെ ആവുന്നുണ്ട്. പിന്നെ കുറച്ച് കറിയുണ്ട്, കറി റെഡിയാക്കുന്നുണ്ട്. ആവി കാരണം കാണാനല്ല. അപ്പോഴേക്കും പുറത്ത് മീൻ വന്നിരുന്നു കേട്ടോ. മീൻ വേണോ വെച്ചിട്ട് നമ്മൾ സ്ഥിരം വാങ്ങുന്ന ആളാണ്. അപ്പോൾ മീൻ അയില മത്തി ഉണ്ടായിരുന്നത്. ഞാൻ അയില 1/2 കിലോ വാങ്ങിയിട്ട് എപ്പോഴും വാങ്ങാറില്ല. കുട്ടികൾക്ക് വായിൽ പുണ്ണ് വരും അയില കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ല വലിയ അയില കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഒരു 1/2 കിലോ അയില മേടിച്ച് വന്ന് അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫ്രണ്ട്സ് തട്ടാ ഹിബമോള ഇന്നെടുത്ത് കഴിക്കണുണ്ട്. അവൾ അങ്ങനെ ആദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറങ്ങുണ്ട്. അപ്പോൾ കുത്തും പുളിയൊക്കെ ആയിട്ട് പക്ഷേ എന്താ പുഴുങ്ങി ഇതുപോലെ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തപ്പോൾ അവൾക്ക് എടുത്ത് കഴിക്കുന്നുണ്ട്. വിട്ടു വന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ചായ കുടിക്കുകയാണ്. ഞാനൊരു ചെറിയ പുട്ടൊക്കെ കേട്ടോ. ഒരു പൊട്ടും കൂടിയാക്കാം. എൻ്റെ ഫ്രണ്ട് ഭാഗം കളയാട്ടോ. ഞാൻ കേടുവന്ന ഭാഗമൊക്കെ ക്ലീൻ. ഞങ്ങൾക്കൊരു പുഴുങ്ങിയ പഴം ഒക്കെയാണ് ഇഷ്ടം. നമുക്ക് ഇനി പഞ്ചസാരയും ചായ ഇടാം. ഇതിൻ്റെ കൂടെ എനിക്ക് പഞ്ചസാരയും ചായ ഇഷ്ടമാണ്. നമുക്കൊരു പുഴുങ്ങി എണ്ണിക്കാം. ഇതാണ് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പം നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ കാണാം. ഇതാണ് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ എനിക്കും ചെറിയൊരു തിരക്കാണ്. അവരുടെ ഫുഡ് ആക്കലും പിന്നെ കൊടുക്കലും ഒക്കെ ആയിട്ട്. പിന്നെ വാട്ടർ ബാഗ് കൊണ്ടുപോവില്ല കേട്ടോ. ബാഗിൽ വെള്ളം പോവുകയാണ്. വെറുതെ കുപ്പിയിലാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഈ ഒരു ഇതാണ് കൊടുക്കുന്നത്. പിന്നെ ഹിബമോടെ സ്നാക്സ് ആണത്. ഒരു കുപ്പി വെള്ളം. അവൾ ഈ കുപ്പിയിലാണ് വെള്ളം കൊണ്ടുപോകണത്. അവൾക്ക് വാട്ടർ ബാഗിൽ വെള്ളം പോവുകയാണ് ബാഗിന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് അവളുടെ വെള്ളം. സ്നാക്സിന് ലഞ്ച് ആക്കണം. അങ്ങനെ ഞാൻ ലുബമോൾക്ക് ചോറാക്കിയിട്ടുണ്ട് കേട്ടോ. ലേശം ഇങ്ങനെ സ്രാവ് പൊരിച്ചതും പിന്നെ വടുവപ്പുളി നാരങ്ങ അച്ചാറിട്ടത്. പിന്നെ കറിയാണ് കേട്ടോ. അത് ചേമ്പ് കറിയാണ്. ചേമ്പും പരിപ്പും രാത്രി വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഹിബമോളുടെ ഇന്നത്തെ ലഞ്ച്. അതെല്ലാം കഴിഞ്ഞ് അവളെ റെഡിയാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നപ്പോൾ ഞാൻ പാല് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അതിനൊന്ന് ഫ്രീസറിൽ കയറ്റട്ടെ. എൻ്റെ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗം കൂളിംഗ് ഇല്ല. അപ്പോൾ കേട് വന്നാലും വിചാരിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ്. അങ്ങനെ ലുബമോളുടെ എല്ലാം റെഡിയാക്കിയിട്ട് സ്കൂൾ ബസ്സിൽ വന്നപ്പോൾ കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരോ വരാൻ വൈകി. അപ്പോൾ കുറച്ച് നേരം ബസ് വെയിറ്റ് ചെയ്തു കേട്ടോ. ഇതാണ് ലുബമോളുടെ സ്കൂൾ ബസ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.